ഹായ് കൂട്ടുകാരെ, ഞാൻ നിങ്ങളുടെ സ്വന്തം ടോക്കിൻഡോ. ഇത്രയും നാളെ നിങ്ങളെല്ലാം കേട്ടുള്ളത് തെറിച്ച് പലരോടും കടം ചോദിച്ച കഥയില്ലേ. പക്ഷേ ഇന്ന് ഞാനിവിടെ പറയുന്നത് തെറിച്ചിയോട് ഒരാൾ കടം ചോദിച്ച കഥയാണ്. അപ്പടിനാ ഒരു കഥ ചൊല്ലട്ടുമാ. നമ്മുടെ തെറിച്ച് വളർന്നു വരുന്ന ചെറിയ ചെറിയ യൂട്യൂബ് ചാനലിലെ അംഗങ്ങളെയെല്ലാം വെച്ച് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയ കാലം. ആ ഗ്രൂപ്പിലും ഈ ഗ്രൂപ്പിലും എല്ലാ ഗ്രൂപ്പിലുമായി തെണ്ടിപ്പറക്കി ഇറന്ന് നടക്കുന്ന തെറിച്ചയെ കണ്ട് ഇൻസ്പയർഡായി ഒരു വ്യക്തി നേരെ തെറിച്ചയ്ക്ക് മെസ്സേജ് അയക്കുന്നു. ചേച്ചി, എൻ്റെ മക്കൾക്ക് പഠിക്കാൻ വേണ്ടി ഫീസ് കെട്ടാൻ വേണ്ടി പണമില്ല ചേച്ചി. ചേച്ചി എനിക്കൊരു 7000 രൂപ തന്നെ സഹായിക്കണം ചേച്ചി, അല്ലെങ്കിൽ എനിക്ക് മരണം മാത്രമേ വഴിയുള്ളൂ ചേച്ചി. ചേച്ചി എന്നെ സഹായിക്കണം ചേച്ചി, എന്റെ കയ്യിൽ പണമില്ല ചേച്ചി. ഇത് കേട്ടതും നമ്മുടെ തെറുത്താത്ത ഞെട്ടിത്തെറിച്ചു. അവർ ശബ്ദമുയർത്തി അവളെ ആ പേര് വിളിച്ചു. എടി പന്ന പാണ്ടി, ഞാനേ വെല്ലോനെ ഇറന്ന് ആണ് ജീവിക്കുന്നത്, നീ എന്നെ ഇറന്ന് ജീവിക്കാൻ വരുന്നു? ഞാനേ കൈകാലില്ലാത്തവനാണേ വല്ലതും തരണേ എന്നും പറഞ്ഞ് വെല്ലവൻ്റെയും നക്കിയാണ് ഞാൻ ജീവിക്കുന്നത്. ആ ഇടനക്കിപ്പട്ടിയുടെ ചെറുനക്കിയാണ് വരുന്നോടി നായേ. ഇത് പറഞ്ഞ് നമ്മുടെ തെറിച്ച് പാവം പാണ്ഡ്യയെ ഒരു ബോർഡ് അപമാനിച്ച് ഒരു ബോർഡ് അസഭ്യം പറഞ്ഞു. ഇത് മാത്രമല്ല നമ്മുടെ തെറിച്ച് ചെയ്ത്, എന്നിട്ട് നേരെ നമ്മുടെ പാണ്ഡ്യ അയച്ച വോയിസ് എല്ലാം എടുത്ത് വാട്സപ്പ് ഗ്രൂപ്പിലിട്ടു. ബാക്കി എന്ത് നടന്നെന്ന് നിങ്ങൾക്കറിയുമോ? ആ ഗ്രൂപ്പിലുള്ളവരും പാണ്ഡ്യയുടെ തന്തയ്ക്കും തള്ളയ്ക്കും മുത്തിക്കും മുത്തിയുടെ മുത്തിക്കും എല്ലാം വിളിച്ചു. ഇതെല്ലാം കേട്ട് നമ്മുടെ പാവം പാണ്ഡ്യ വയറ് നിറഞ്ഞ് കരഞ്ഞോണ്ടോടി. എവിടേക്ക്? നമ്മുടെ ഫിജോ ചേച്ചിയുടെ അടുത്തേക്ക്. പാവം ഫിജോ ചേച്ചി 2:30 വരെ ഇവിടെ കഥ ഇരുന്ന് കേട്ടു. എന്നിട്ട് നമ്മുടെ പാണ്ഡ്യ കടാപ്പുറത്തൂടെ പാടി പാടി നടന്നു. എൻ്റെ ഫിജോ ചേച്ചി ഒരു പാവം. എൻ്റെ ഫിജോ ചേച്ചിയുടെ അടുത്ത് ഞാൻ ആ പൈസ ചോദിച്ചിരുന്നെങ്കിൽ എന്നെ ഒരിക്കലും തെറി പറയില്ലായിരുന്നു. ഈ ഖേദനയോടെ നമ്മുടെ പാണ്ഡ്യ ഇങ്ങനെ കടാപ്പുറത്തൂടെ പാടി പാടി നടന്നു. അപ്പൊ കൂട്ടുകാരെ, നമ്മുടെ ഇന്നത്തെ കഥ ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ബാക്കി പാർട്ട് ഉടനെ വരും.